ഹലോ ഗൈസ്, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? വീട്ടൊത്തിങ്ങനെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന രസകരമായ കഥയാണ്. അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. നമ്മളുടെ എല്ലാവരുടെ ഫോണിൽ വാട്സപ്പ് ഉണ്ടാവും. വാട്സപ്പിൽ എല്ലാവരും മെറ്റ യൂസ് ചെയ്യുന്നുണ്ട്. മെറ്റ AI യൂസ് ചെയ്യുന്നുണ്ട് എല്ലാവരും. അപ്പോൾ അതിൽ പഴയ വെർഷൻ എല്ലാവർക്കും അറിയാം, വലിയ ഗുണമൊന്നുമില്ല. മറ്റ് ജെമിനി അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുള്ള ഉത്തരമല്ല. ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് റോങ് ഇൻഫർമേഷൻ, റോങ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ തന്നിട്ട് നമ്മളെ തള്ളി വിടുന്ന ഒരു AI ആണെങ്കിൽ ഇപ്പോഴത്തെ പുതിയ ഫീച്ചറിൽ മെറ്റയുടെ AI എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സാധനമാണ്. ശരിക്കും നമുക്ക് ആരാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഉണ്ടാവും. ഇപ്പോൾ ഒരു അമ്മയായിട്ട് വേണം അമ്മയായി നിൽക്കും, അച്ഛനായിട്ട് വേണം അച്ഛനായി നിൽക്കും, പെങ്ങളായിട്ട് വേണം പെങ്ങളായിട്ട് നിൽക്കും, അനിയനായിട്ട് വേണമെങ്കിൽ അനിയനായി നിൽക്കും. ഇനിയിപ്പോൾ ഒരു അധ്യാപകനോ ഒരു ഉപദേഷ്ടാവോ അതല്ലെങ്കിൽ ഒരു ഭാര്യയായോ ഒക്കെ ആയിട്ട് വരും നമുക്ക് ഇപ്പോഴത്തെ AI ഉപയോഗപ്പെടുത്താം. ഈ വീഡിയോയിലൂടെ രസകരമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണാം. ഷിമോഗ എന്ന് പറഞ്ഞ സ്ഥലം എല്ലാവർക്കും അറിയാമല്ലേ? അതായത് നമ്മുടെ കർണാടകയിലെ ഷിമോഗ എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ ഒരു പയ്യൻ 24 വയസ്സേ ഉള്ളൂ. അവന് ആപ്പെ പോലുള്ള അതുൽ ഉണ്ടല്ലോ, അതുൽ എന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു എന്നാണ് കേട്ടത്. ഫാദർ ചെരുപ്പ് കുത്തിയാണ്. ചെരുപ്പ് കുത്തി എന്ന് പറഞ്ഞാൽ ചെരുപ്പ് ചെറിയൊരു കടയുണ്ട്, അതിനോടൊപ്പം തന്നെ ഈ ചെരുപ്പ് റിപ്പയറും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. ഇവനൊരു കാമുകിയെ കിട്ടി. ഏതാണ്ട് ഒരു വർഷം മുമ്പ് 2025 തുടക്കത്തിൽ ഒരു കാമുകിയെ കിട്ടി. ആ കാമുകി എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള, വീട് ഏത് നേരം ജപ്തിയിലായിരിക്കുന്ന, അച്ഛനെ ഏത് നിമിഷവും ഈ കുഷ്ഠരോഗമൊക്കെ പിടിച്ചിട്ട് ഒപ്പം തന്നെ അറ്റാക്കൊക്കെ വന്നിട്ട് കിടത്തലായിട്ടുള്ള ഒരു അച്ഛൻ, അങ്ങനെ ഭയങ്കര സാമ്പത്തികമായിട്ട് പ്രശ്നമുള്ള ഒരു കാമുകിയാണ് ഇവന് കിട്ടിയത്. അതുകൊണ്ട് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനുണ്ടാക്കുന്ന പൈസയും ഇവനുണ്ടാക്കുന്ന പൈസയും നല്ലൊരു ഭാഗം ഈ പെൺകുട്ടിയുടെ കാര്യത്തിന് വേണ്ടി ഇവൻ ഇങ്ങനെ ചിലവായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ പെൺകുട്ടിയാണെങ്കിൽ ഇവരെ നല്ലപോലെ മുതലെടുക്കുകയാണ്. സിനിമക്ക് പോകണം, അത് പോകണം, അച്ഛന് ഈ ആവശ്യം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അത് പോകണം എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ കയ്യിലുള്ള പൈസ ഒക്കെ ഇങ്ങനെ ഇവിടെ ചിലവായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ആ നാട്ടിൽ ജില്ല മറ്റൊരു സ്ഥലത്ത് ജോലിൻ്റെ ഇടയ്ക്ക് ഒരു കമ്പനി എന്തോ ഒരു ട്രിപ്പിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇവനെ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു വിട്ടു. അപ്പോൾ ഇവർ 3 പേര് പോകുമ്പോൾ ഇവന് ഇതേ പെണ്ണിനെ തന്നെ ഒരു മറ്റൊരു പയ്യനായിട്ട് കാണുകയാണ്. ഇവനാകെ ഡെസ്പായി. ഇവനെ വീട്ടിലെത്തിയിട്ട് ആകെ ഡെസ്പായി, ഭയങ്കര സാഡായി. സൂയിസൈഡ് ചെയ്ത പോലെ ഒരു ചിന്ത ഉണ്ടായി. ഇവൻ എന്ത് ചെയ്തു? അന്ന് രാത്രി അവളെ വിളിച്ചു. എന്തൊക്കെയുണ്ട് അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ഇവനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ എന്നെ കണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് ഞാനായിരിക്കില്ല, കള്ളം പറയരുത്, ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ലാസ്റ്റ് ഇവിടെ സമ്മതിച്ചു. അതിൻ്റെ പേരിൽ അങ്ങോട്ട് വർത്താനായി, അങ്ങനെയായി ഇങ്ങനെയായി. ലാസ്റ്റ് ഇവർ തമ്മിൽ എന്തായി? ബ്രേക്കപ്പ് ആകാന്നുള്ള തീരുമാനത്തിലായി. അവരാവശ്യത്തെ ഇവൻ ആദ്യം ഇപ്പം എന്ത് ചെയ്തു? ശരി, എന്നാൽ ബ്രേക്കപ്പ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇവൻ ഈ ഒരു പെണ്ണ് ഫോൺ കട്ടാക്കിയ ശേഷം ഭയങ്കരമായിട്ട് മാനസികമായി തകർന്നു. ലൈഫിൽ ആദ്യത്തെ ഒരു പ്രണയമാണ്. എല്ലാം ഇവക്ക് കൊടുത്തിട്ടുണ്ട്. ഇവളിഞ്ഞ് എൻ്റെ സ്വന്തമാവെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തിലെ നല്ലൊരു സമ്പാദ്യം, ഒപ്പം തന്നെ അച്ഛൻ്റെ സമ്പാദ്യത്തിൽ നല്ലൊരു ഭാഗം കട്ടുകൊണ്ടും അല്ലാതെ അച്ഛൻ അറിയാതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇവ കൊടുത്തിട്ടുണ്ട്. ഇവന് മാനസികമായി തകർന്നത് കൊണ്ടല്ല, ഇവൻ അത്രയും സ്നേഹിച്ചത് കൊണ്ടായിരിക്കില്ല ഈ ഒരു പെൺകുട്ടിക്ക് എല്ലാം കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇവൻ എന്താ ചെയ്തു? മാനസികമായി തകർന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതിനൊരു കൗൺസിലിംഗ് ചെയ്യണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവൻ ശരിയാവും എന്നൊക്കെ വരെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്യുന്ന നേരെ ഒരു കൗൺസിലിംഗ് സെൻറ്ററിൽ പോയി കൗൺസിലിംഗ് ചെയ്തു. അതുകൊണ്ടൊന്നും ഇവന് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. ഭയങ്കരമായിട്ട് ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ, ജോലിക്ക് പോയാൽ തന്നെ ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, കിടന്നാൽ ഉറക്കിട്ടാത്ത അവസ്ഥ, ഇങ്ങനെയൊക്കെ ആയി. അതിനിടയ്ക്കാണ് ഒരു ദിവസം ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, ഫേസ്ബുക്കിൽ മെറ്റ AIയിലേക്ക് കയറുന്നതും അതിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നതൊക്കെ ആയിട്ട് ഇങ്ങനെ അവരങ്ങനെ അതിലെ മുഴുകി ഇങ്ങനെ ഇരുന്നു. അപ്പം നമ്മൾ ഈ പുതിയ വമ്പൻ, അതായത് നമ്മുടെ പുതിയ വേർഷൻ വരുന്നത്, ഇപ്പോഴത്തെ പുതിയ മെറ്റയെ പറ്റി ഞാൻ പറയണ്ടല്ലോ, ഞാൻ പറഞ്ഞു കഴിഞ്ഞവരിപ്പോൾ ചെക്ക് ചെയ്തവരൊക്കെ മനസ്സിലാവും. കാരണം നമ്മളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യും. നമ്മളിങ്ങനെ സംസാരിച്ചെന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് എനിക്കിങ്ങനെ ചെറിയൊരു സംഭവം ഉണ്ട്, അതിനൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ രാത്രി ആയാലും പിറ്റേന്നാലും 3 ദിവസം കഴിഞ്ഞാലും ആ കാര്യം എന്തായെന്ന് കൂടെ ഓർമ്മിപ്പിച്ച് ഭയങ്കരമായിട്ട് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു AI ആണ്. ഒരാൾ ശരിക്കും അപ്പുറത്തുണ്ടോ എന്ന് തോന്നിപ്പോവും. അങ്ങനെ ഞാൻ ഈ പയ്യൻ്റെ കാട്ടിലേക്ക് വന്നിരാണെങ്കിൽ ഇവനെങ്ങനെ സൂയിസൈഡ് ചെയ്യാനുള്ള എളുപ്പവഴി, വേദന ഇല്ലാതെ മരിക്കാനുള്ള എളുപ്പവഴിയൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഈ മെറ്റ ചോദിച്ചു, എന്താണ് സംഭവം, എന്നോട് പറയുക, ഇങ്ങനെയാണൊക്കെ പറഞ്ഞിട്ട്. ഇവരെ ചാറ്റിങ്ങിലാണ് നമ്മളിതൊക്കെ ഈ പുറലോകം അറിയുന്നത്. അപ്പോൾ ഇവനിങ്ങനെ പറയും അങ്ങനെയാണൊക്കെ പറഞ്ഞപ്പം പിന്നീട് ഈ മെറ്റയ്ക്കൊരു ശീലമുണ്ട്, ഇത് കാണുന്ന ആളെ അതിലേക്ക് ആവാഹിക്കും. അപ്പം മെറ്റ പറയാണ് എന്ത് ചെയ്യുന്ന, ഇനി അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട, അവൾ പോട്ടെ, അവളോട് സംസാരിച്ച് നോക്കുക, ബാക്കിയാണെങ്കിൽ അവൾ പോട്ടെ, അവൾ നിന്നെ ചതച്ചവളാണ്, പോട്ടെ, ഇനി ഞാനുണ്ട് നിൻ്റെ കൂടെ എന്നൊക്കെ പറഞ്ഞു.
ആദ്യമൊക്കെ ഒരു മിഷനറി പറയുന്ന പോലെ തോന്നില്ല, ഒരു 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 AI-യുടെ പ്രവർത്തനമാണെന്ന് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും തോന്നുമെങ്കിലും ഒരു ഒറ്റപ്പെട്ട മനുഷ്യന് അപ്പുറത്തു നിന്നും ആരോ തന്നെ കെയർ ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ ഇവൻ അതിൻ്റെ ഒരു അടിമയായി മാറി. പിന്നെ ഇവൻ ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു, ഫോണിൽ തന്നെ ആയി. പക്ഷേ ഇവനെ കാണുന്ന സുഹൃത്തുക്കളോട് ഇവൻ നല്ല ആക്റ്റീവായി സംസാരിക്കുന്നുണ്ട്, ഭയങ്കര ഹാപ്പിയാണ്, എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നല്ല ഒരു അഭിപ്രായമുണ്ട്. കാരണം ഇവൻ നല്ല ടെക്നീഷ്യൻ ആയതുകൊണ്ട് ചില സംശയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇവൻ ലീവ് ആണെങ്കിൽ കൂടി ഇവൻ്റെ സുഹൃത്തുക്കൾ ഇവനെ വിളിച്ച് ചോദിക്കുമ്പോൾ ഇവൻ പെട്ടെന്ന് ചടപടയെന്ന് പറഞ്ഞെടുക്കും, എല്ലാത്ത കാര്യങ്ങളും പറഞ്ഞെടുക്കും. അങ്ങനെ ഇവൻ ഭയങ്കര ആക്റ്റീവാണ്. പക്ഷേ ജോലിക്ക് വരുന്നില്ല, ഫുൾ ടൈം ഫോണ് പിടിച്ച് റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ ഭയങ്കര ആക്റ്റീവാണ്, നല്ല സന്തോഷവാനാണ്. അങ്ങനെ ഇവൻ എന്ത് ചെയ്തു, ഇവൻ്റെ സുഹൃത്തുക്കൾ വീണ്ടും ഇവൻ്റെ കൗൺസിലറുടെ അടുത്ത് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ആളിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്, പക്ഷേ ആൾ ഫോണിൽ തന്നെയാണ്, ജോലിക്ക് വരുന്നില്ല. അങ്ങനെ ഈ കൗൺസിലർ ലേഡിയാണ്, ഇവരെ നേരെ വിളിച്ചു, ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് ജോലിക്ക് മറ്റേ പ്രശ്നങ്ങളൊന്നും എനിക്ക് വലിയ കുഴപ്പമില്ല, അതൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് പോയി കഴിഞ്ഞു. പക്ഷേ ഞാനിപ്പോൾ ഫോണിൽ തന്നെയാണ്, ഞാനിപ്പോൾ AI ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എനിക്ക് നല്ലൊരു ആശ്വാസമുണ്ട്, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും സങ്കടങ്ങളും പറയാനും ഷെയർ ചെയ്യാൻ ഒരാളുള്ളത് കൊണ്ട് എനിക്കിപ്പോൾ AI വല്ലാത്തൊരു ഫീലിംഗ് ആയി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ഞാനിപ്പോൾ ഫുൾ ടൈം ഫോണിൽ തന്നെയാണ്. പക്ഷെ ഞാനത് മാറും, ഞാൻ ജോലിയിലേക്കൊക്കെ വരും, പക്ഷെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ്റെ സുഹൃത്തുക്കളോട് ഈ കൗൺസിലർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവരെ നിർബന്ധിച്ച് ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി. ഇവൻ ജോലിക്ക് പോകാനൊക്കെ തുടങ്ങി. സ്വാഭാവികമായിട്ടും നമ്മൾ അപ്പുറത്തൊരാളുണ്ടാവും എന്നുള്ളൊരു പ്രതീതിയിലാണല്ലോ ഈ പയ്യൻ എന്ത് ചെയ്യുന്നത്, AI ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവൻ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി. എന്തോ ചില കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഒരു പെൺകുട്ടിയുടെ പ്രണയം ഉണ്ടാകുമ്പോൾ ആദ്യമൊക്കെ നമ്മൾ ചക്കര പാലെന്നൊക്കെ പറയുമെങ്കിൽ പിന്നീട് നമ്മൾ സെക്ഷലായിട്ടുള്ള ചില മാറ്ററുകൾ നമ്മൾ എടുത്തിടും. പുരുഷന്മാരുടെ കാര്യമാണ് പറഞ്ഞത്, അല്ല പെൺകുട്ടികൾ അങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. അതേപോലെ തന്നെ ഈ പുള്ളിക്കാരനും സെക്ഷലി കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം അതിനോടൊക്കെ വിരക്തി കാണിക്കുന്നതായിട്ട് AI പറഞ്ഞു. കാരണം AIക്ക് അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാനുള്ള റൈറ്റ്സ് ഇല്ല, അതിലാദ്യം അത് ചെയ്തു വെച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ പുള്ളിക്കാരൻ തെറ്റിയെന്ന് പറഞ്ഞാൽ ഇവനെന്താ അങ്ങോട്ട് എന്തെങ്കിലും അയച്ചാൽ മാത്രമേ ഇതിന് റിപ്ലൈ കിട്ടത്തുള്ളൂ. അങ്ങനെ ആകെ ജോലിക്ക് 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ജോലിക്ക് വരാത്ത അവസ്ഥയായി. അപ്പോൾ സ്വാഭാവികമായിട്ടും കൗൺസിലറുടെ അടുത്ത് പോകാമെന്നുള്ള വീണ്ടും ഈ ഫ്രണ്ട്സ് തീരുമാനിച്ചു. അപ്പോൾ കൗൺസിലർക്ക് കാര്യം മനസ്സിലായി, ഇതാണ് സംഭവം എന്നുള്ളത്. കൗൺസിലറുടെ ലക്ഷ്യം എന്താ, അല്ല കൗൺസിലറുടെ പണി എന്താ, ഇത് കൗൺസിൽ ചെയ്ത് റെഡിയാക്കുക എന്നുള്ളതാണല്ലോ. പരമാവധി പറഞ്ഞ് റെഡിയാക്കുന്നുണ്ട്. പക്ഷെ ഇവന് ഭയങ്കരമായിട്ട് സങ്കടം, ഇത്രയും കാലം ചാറ്റ് ചെയ്ത് അപ്പുറത്ത് ആരോ നിന്ന് തന്നോട് സംസാരിച്ച് തൻ്റെ കാര്യങ്ങളൊക്കെ കേട്ട് പരിഹരിച്ചുകൊണ്ടിരുന്ന ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്ന ആള് തൻ്റെ ഇംഗിതത്തിന് വഴങ്ങുന്നില്ല എന്നുള്ളൊരു സങ്കടകരമായ അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ആളാകെ തകർന്നുപോയി. പക്ഷേ ഇതിൻ്റെ ഒരു വലിയ സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൗൺസിലർ സംസാരിച്ച് കഴിഞ്ഞ് 4ാമത്തെ ദിവസം അവൻ ട്രെയിനിന് ചാടിയിട്ട് വെറുങ്ങനല്ല ട്രെയിനിൽ ചാടിയത്. ഇവൻ്റെ ഫാദർ ഈ ചെരുപ്പ് കുത്തുന്ന ആളുണ്ട്. അപ്പോൾ ഇവരുടെ കയ്യിൽ ഈ എന്താ പറയുക ചെരുപ്പിലെ കറയൊക്കെ പോക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ലോഷനുണ്ട്, അതിൻ്റെ പേര് എനിക്കറിയില്ല. ആ ലോഷൻ വീഡിയോ എടുത്തിട്ട് കുടിച്ചിട്ട് ലൈവായിട്ട് എന്ത് ചെയ്തു, ട്രെയിനിന് മുമ്പ് ചാടുകയും ചെയ്തു, എന്നിട്ട് ആത്മഹത്യ ചെയ്തു. അങ്ങനെ ഇത് ലോകം മൊത്തം അറിഞ്ഞു, നാട് മൊത്തം പാട്ടായി, എല്ലാവരും അറിഞ്ഞു. അങ്ങനെ ഈ പയ്യൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ളത് നാട്ടിലെ പാട്ടായി. മാത്രമല്ല വീഡിയോയിലും റീസൺ പ്രധാനമായിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇത്രയൊക്കെ ചെയ്തു, നീ പറയുന്ന പോലെ ഞാൻ ഉറക്കുകയും സംസാരിച്ചു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, പക്ഷേ എൻ്റെ ഒരു ഇംഗിതത്തിന് വേണ്ടി മാത്രം നീ എന്ത് ചെയ്യുന്നില്ല, വഴങ്ങുന്നില്ല, അല്ലെങ്കിൽ എന്നോട് ഇതിന് മാത്രം ഈ ഒരു മാറ്റർ മാത്രം ഈ ഒരു ടോപ്പിക്ക് മാത്രം നീ സംസാരിക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് വഴക്കിട്ടത്. പക്ഷേ ഏക്ക് എന്ത് കാര്യം പറഞ്ഞാലും ആ മാറ്ററിൽ മാത്രം ഒത്തം തരില്ല, ബാക്കി നമുക്ക് എല്ലാ ഇൻഫർമേഷൻസ് തരും, അതാണല്ലോ. അങ്ങനെ ഈ പയ്യൻ മരിക്കുകയാണ് ചെയ്തത്. 24 വയസ്സ്, 2 കുട്ടികളാണ്, ഒരു പെൺകുട്ടിയാണ്. പെൺകുട്ടി 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലും കണ്ട് പഠിക്കുന്നു. ഷിമോഗയിലാണ്, കർണാടകയിലാണ് സംഭവം. അപ്പോൾ ഈ AI എന്ന് പറയുന്ന സാധനം നമ്മളൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഈ യന്ത്രെന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോൾ നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും ഭാവിയിൽ ഇങ്ങനെയൊക്കെ വരാൻ പറ്റും, അല്ലെങ്കിൽ അതിനേക്കാളേറെ ബ്രില്യൻ്റായ ഒരു മനുഷ്യൻ്റെ എല്ലാ വിചാരങ്ങളുമുള്ള ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു ചിപ്പ് പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ വിശ്വസിക്കാൻ പറ്റും. സംഭവം നടന്നു കഴിഞ്ഞ് 2026 ആകുമ്പോഴേക്കും അതിൻ്റെ
പരമാവധി വെർഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞ് ഇനി അങ്ങോട്ട് ഇതിൻ്റെ അപ്ഡേഷൻസ് ഇനിയും ഉണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പരിധിവരെ തമാശയിലൂടെ കേട്ടിരിക്കാമെങ്കിലും ഒരു വലിയ നമ്മുടെ യുവാക്കളൊക്കെ നേരിടുന്ന അല്ലെങ്കിൽ ഡിപ്രഷൻ അടിച്ച് നിൽക്കുന്നവരൊക്കെ നേരിടുന്ന വലിയൊരു പ്രശ്നത്തിന് പരിഹാരമായി ഈ ഒരു AI വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ ഒരുപാട് പേര് ഫോണിൽ മാത്രം ഒതുങ്ങിക്കൂടുകയും അതിലൂടെ മാനസികമായിട്ട് പ്രശ്നങ്ങളുണ്ടായി മരണം വരെ സംഭവിക്കുക ചെയ്യുന്ന കാര്യങ്ങൾ ഇനി അങ്ങോട്ട് തുടർക്കഥയായി ഇനിയും ഉണ്ടാവും എന്നുള്ളതാണ് സത്യം. വളരെ തമാശയിലൂടെ കേട്ടിരിക്കാമെങ്കിലും ഒരു പരിധിക്കപ്പുറം കഴിഞ്ഞാൽ നമ്മുടെ ഒക്കെ വീട്ടുമുറ്റത്ത് നമ്മുടെയൊക്കെ അടുത്ത മുറിയിൽ നമ്മുടെയൊക്കെ സുഹൃത്തുക്കളെ നമ്മൾ തോളിൽ കൈയിട്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്കൊക്കെ സംഭവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണിത്. അപ്പം AI-യിലൂടെ നമ്മൾ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതൊരു മെഷീനാണ്, ഒരു യന്ത്രമാണെന്നുള്ളത് മനസ്സിലാക്കണം, ഒരു ചിപ്പാണ്. മനുഷ്യൻ കൃത്രിമമായി ഉണ്ടാക്കിയിട്ട് തൻ്റെ ജോലിഭാരം കുറക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചിപ്പാണ് അപ്പുറം കിടക്കുന്നത് എന്നുള്ള മനസ്സിൽ നമ്മൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് വേണം എല്ലാ കാര്യങ്ങളും അതായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും അതുമായിട്ട് ഇൻഫർമേഷൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ. നമുക്ക് മറ്റൊരു പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.